ഇത് തന്നെയല്ലേ ഈ തോട്ടുംകര ഭഗവതിയുടെ ഒരു സ്നേഹ നിലം തൊടാതെ അല്ല എന്നെ ഇവിടം വരെ എത്തിച്ചത്. തൂണുള്ളത് നന്നായി. എന്റെ ദേവി ഇനി എല്ലാം നിന്റെ കയ്യിലാ. അയ്യോ സാക്ഷാൽ ദേവിനെ വിളിച്ചപ്പോ സാവിത്രി ദേവി വന്നേക്കണ്. സുഖമാണ് സുഖമാണോ എന്ന് തുറക്കണ്ട. പിടിച്ചു. സുഖമോ ദേവി കേറുന്നില്ല. കട്ടിലെത്തിയോ? ആ കാലിങ്ങടെ എടുത്തിട്ടേര്. ഇന്ന് ആരുടെ കൂടെ പോയി കള്ളു കുടിച്ചാവോ? സഖാവ് ചെത്തുകാരൻ കണാരൻ. നാണമില്ലല്ലോ. നാണമല്ലടി കണാരൻ. വല്ലവന്റെ കൂടെ പോയി കള്ളു കുടിക്കാൻ നാണമില്ലല്ലോ ചോദിച്ചത്. ഞാൻ വല്ലവന്റെ കൂടെ പോയല്ലടി കള്ളു കുടിച്ചത്. അവൻ എന്റെ കൂടെ വന്നാണ് കള്ളു കുടിച്ചത്. അപ്പൊ അവനല്ലേ വല്ലവൻ? അതായത് സാവിത്രി. മനസ്സിലായി മനസ്സിലായി. കാശ് എവിടെ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാശോ? കാശെനിക്ക് ദൈവം തന്നു. ദൈവോ? അതെ, തോട്ടുംകരക്കാരുടെ ദൈവം ആരാ? ഉണ്ണി മുതലാളി. എന്നിട്ട് ആ ദൈവത്തോട് എന്റെ അറിഞ്ഞാലും ചോദിച്ചില്ലേ? ചോദിച്ചു. ചോദിച്ചപ്പോ തന്നെ ദൈവം താഴെയും ചെയ്തു. അരഞ്ഞാണോ? ഇതാണോ അരഞ്ഞാണം? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനാണ് അരഞ്ഞാണോ എന്ന് പറയണത്. എന്റെ പൊന്നരഞ്ഞാണ് എവിടെയാ ചോദിച്ചത്? പൊന്നരഞ്ഞാണോ? അതും മുതലാളി വാങ്ങിച്ചല്ല, എന്നിട്ട് എനിക്ക് കാശ് തന്നത്. ആ കാശും കൊണ്ട് ഞാൻ പോകുമ്പോഴാണ് നമ്മുടെ ചെത്തുകാരൻ കണാരൻ എന്നെ പുറകെ ഓടിച്ചിട്ടത്. അങ്ങനെ ഞങ്ങൾ ചാപ്പിക്കത് കള്ളു കുടിച്ചു. പിന്നെ ബാക്കി കാശിന് ദേ അരഞ്ഞാണം മേടിച്ചു. ആ ദൈവം തന്ന കാശില് ഇനി ബാക്കിയുണ്ടോ? തപ്പിയാ ചിലപ്പോ ചില്ലറാണോ? എനിക്ക് കുറച്ച് വിഷം കൂടി വാങ്ങിക്കൊണ്ടുവരാനുമില്ലേ? ഈ ചരടിന് ഇത്ര നീളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുക്ക് പോലെ കെട്ടിയിട്ട് മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരഴ പോലെ കെട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടാവും തുണിയാക്കിയിടാൻ. ഇങ്ങനെ എവിടെ ഒന്ന് കെട്ടണത്?